Next, നമ്മൾ പഠിക്കുന്നത് Node.js Global Object ആണ് Chapter 6. So Node.js Global Object എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഒബ്ജക്ട്സും അതുപോലെ ഫങ്ഷൻസും എല്ലാം നമുക്ക് നമ്മുടെ എല്ലാ JavaScript ഫയലിലും യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഇത് ഓൾറെഡി JavaScriptന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഗ്ലോബൽ ഒബ്ജക്ട്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. സോ ഇത് നമുക്ക് നമ്മുടെ ഏതൊരു ഫയലിലും ഏതൊരു പ്രൊജക്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഇതിൽ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൺസോൾ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഓക്കെ, console.log എന്ന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടെർമിനലിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ ആ ഒരു console.log എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ള ഒബ്ജക്റ്റാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ ആവശ്യമില്ല. ഉദാഹരണമായി ഞാനിവിടെ Node.js എന്ന് കൊടുക്കുന്നു. അതിനുശേഷം സേവ് ചെയ്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ Node.js എന്ന് ലഭിക്കുന്നു. അതുപോലെ ഇതിൻ്റെ മറ്റൊരു ഫംഗ്ഷനാണ് ഉദാഹരണമായി നമ്മൾ ക്ലിയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, Node.js console.clear എന്ന് കൊടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടെർമിനൽ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഈ ടെർമിനൽ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഈ കൺസോൾ എന്ന് പറയുന്നത് ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു Node.js ഗ്ലോബൽ ഒബ്ജക്റ്റ് ആണ്. അതുപോലെ നമുക്കുള്ളതാണ് നമ്മളിവിടെ console.log _ ഫയൽ നെയിം എന്ന് കൊടുക്കുക, _ ഫയൽ നെയിം. സോ കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഈ index.js എന്ന് പറയുന്ന ഈ ഒരു ഫയലിലോട്ടുള്ള കംപ്ലീറ്റ് പാത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മളിവിടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കംപ്ലീറ്റ് പാത്ത്, അബ്സല്യൂട്ട് പാത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എഫ് ഡ്രൈവിൽ, കോഡിങ്ങിൽ, Node.js ട്യൂട്ടോറിയൽ, index.js എന്ന് പറയുന്ന ഈ ഒരു ഫയൽ വരെയുള്ള കംപ്ലീറ്റ് പാത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഫയൽ നെയിം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ dir നെയിം, ഡയറക്ടറി നെയിം, dir നെയിം. സോ ഇതും ഫയൽ നെയിം പോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫയൽ ഏതൊരു ഡയറക്ടറിയിലാണോ ഉള്ളത്, ഏതൊരു ഫോൾഡറിലാണോ ഉള്ളത്, അതുവരെയുള്ള പാത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം, നമ്മുടെ പാത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എഫ് ഡ്രൈവിൽ, കോഡിങ്ങിൽ, Node.js ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മുടെ ഈ ഫയൽ ഉള്ളത്. ഇതും ഈ ഗ്ലോബലായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമ്മൾ നേരത്തെ മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച ഉദാഹരണമായി നമ്മൾ ഇതുപോലെ ചെയ്തിരുന്നു. ഈ റിക്വയർ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ, ഇതൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ്. ഇത് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ഫംഗ്ഷനാണ് സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. സോ സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേക സമയത്തിനുള്ളിൽ, ഒരു പ്രത്യേക മില്ലി സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാം. സോ ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫംഗ്ഷനുള്ളിൽ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് ആയി കൊടുക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ്. സോ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ ഫംഗ്ഷൻ ചെയ്യുന്നത് Node.js എന്ന് പ്രിൻറ്റ് ചെയ്യുകയാണ്. സോ console.log നമ്മളിവിടെ Node.js എന്ന് കൊടുക്കുന്നു, Node.js. അതിനുശേഷം കോമ കൊടുക്കുക. രണ്ടാമതായി നമ്മൾ കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് ടൈം ആണ്. സോ ഞാനിവിടെ 1000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1000 മില്ലി സെക്കൻഡ് എന്നാണ് അതിനർത്ഥം. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സെക്കൻഡ് കൂടുമ്പോഴും നമുക്കിതുപോലെ Node.js എന്നിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏതൊരു ഫംഗ്ഷനാണോ കോൾ ചെയ്തത് ആ ഫംഗ്ഷൻ ഇങ്ങനെ ആ ഫംഗ്ഷൻ ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം, ഒരു സെക്കൻഡ് കൂടുമ്പോൾ, അതായത് 1000 മില്ലി സെക്കൻഡ് കൂടുമ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ആയിക്കൊണ്ടിരിക്കും. സോ നമുക്കത് Ctrl+C ഉപയോഗിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഞാനിവിടെ 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 3 സെക്കൻഡ് ആയിരിക്കും, അതായത് 3000 മില്ലി സെക്കൻഡ്. സോ നമ്മൾ റൺ ചെയ്ത് നോക്കാം. നോഡ് ഇൻഡെക്സ് 1 2 3 Node.js ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മളിവിടെ ഒരു 100 മില്ലി സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും റൺ ആവുന്നത്. നമുക്കൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. കാണാം, ഈ ഒരു രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് റൺ ആവുന്നതായിരിക്കും. സോ ഇതിനാണ് നമ്മൾ സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. സോ ഇത് നമുക്ക് തൽക്കാലം കമൻറ്റ് ചെയ്യാം. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. സോ സെറ്റ് ടൈം ഔട്ട് സെറ്റ് ഇൻ്റർവെലിനെ പോലെ തന്നെയാണ്. പക്ഷേ സെറ്റ് ടൈം ഔട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഫംഗ്ഷൻ ഒരു പ്രത്യേക സമയത്തിന് ശേഷം മാത്രമേ അത് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. സോ ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. അത് നമ്മളിവിടെ ചെയ്ത പോലെ ഒരു ഫംഗ്ഷൻ കൊടുക്കുക. സോ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ, ഇതിൽ നമ്മൾ ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ console.log Node.js എന്ന് തന്നെ കൊടുക്കുന്നു, Node.js. ഫംഗ്ഷന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് എത്ര സമയത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഫംഗ്ഷൻ റൺ ആവേണ്ടത്. സോ നമ്മളിവിടെ 1000 മില്ലി സെക്കൻഡ് അഥവാ ഒരു സെക്കൻഡ് എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. സോ സേവ് ചെയ്ത് നമ്മൾ ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 1 മില്ലി സെക്കൻഡിന് ശേഷം ഈ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും. അത് ഒരു പ്രാവശ്യം മാത്രമേ റൺ ആവുകയുള്ളൂ. ഒരു സെക്കൻഡിന് ശേഷം ഒരു പ്രാവശ്യം റണ്ണായി അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മളിവിടെ Node.js എന്ന് കൊടുക്കാം, Node.js സേവ് ചെയ്യാം.
നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിന് ശേഷം നമുക്കിവിടെ Node.js എന്ന് പ്രിൻറ്റ് ചെയ്തു, അത് സ്റ്റോപ്പായി. സോ ഇതിനാണ് നമ്മൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. സോ നമുക്കിവിടെ നോക്കിയാൽ കാണാം, നമ്മളിവിടെ ഈ ഫംഗ്ഷൻ ഇതുപോലെ എഴുതുന്നതിന് പകരമായി നമുക്കൊരു ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, ഇതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഇതുപോലെ ഒരു ഈക്വൽ ടു ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫംഗ്ഷൻ എഴുതാൻ സാധിക്കും. സോ നമുക്കൊരു സിംഗിൾ ലൈനിലോട്ടും ഇതിനെ മാറ്റാൻ സാധിക്കുന്നതാണ്. console.log ഈ ഒരു രീതിയിൽ എഴുതാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയായി നമുക്ക് ഫംഗ്ഷൻ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ആരോ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിൽ വരാൻ കാരണം, ഇത് നമ്മൾ അപ്രറ്റിയർ എന്ന് പറയുന്ന ആ ഒരു എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലോട്ട് ഇത് ഫോർമാറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നോഡ് ഇൻഡെക്സ് ഇതുപോലെ 1000 സെക്കൻഡിന് ശേഷം 1000 മില്ലി സെക്കൻഡിന് ശേഷം റൺ ആയതിനു ശേഷം സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. അതുപോലെ നമുക്കിവിടെ 500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 500 മില്ലി സെക്കൻഡിന് ശേഷം ഇത് റൺ ആവുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, 500 മില്ലി സെക്കൻഡിന് ശേഷം നമ്മുടെ പ്രോഗ്രാം റണ്ണായി സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇതിനാണ് നമ്മൾ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സെറ്റ് ഇൻ്റർവെല്ലാണെങ്കിൽ നമ്മൾ കൊടുത്ത ടൈമിനുള്ളിൽ അതിങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. സെറ്റ് ടൈം ഔട്ട് ആണെങ്കിൽ നമ്മൾ കൊടുത്ത സമയത്തിന് ശേഷം ഒരു പ്രാവശ്യം അത് റൺ ആവുന്നതായിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ക്ലിയർ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. സോ ക്ലിയർ ഇൻ്റർവെൽ ചെയ്യുന്നത് സെറ്റ് ഇൻ്റർവെല്ലിൽ കൊടുത്തിട്ടുള്ള ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ സെറ്റ് ഇൻ്റർവെല്ലിൽ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ, അൺകമൻറ്റ് ചെയ്യാം, ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോ 100 മില്ലി സെക്കൻഡിലും ഇതിങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കും. നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. തൽക്കാലം ഇത് 1000 മില്ലി സെക്കൻഡ് ആക്കുന്നു, സേവ് ചെയ്യുന്നു. സോ ഇതിനെ ഞാനൊരു വേരിയബിളിലോട്ട് മാറ്റുന്നു. കോൺസ്റ്റൻറ്റ് സെറ്റ് ഇൻ്റർവെൽ SI എന്ന് പറയുന്നൊരു വേരിയബിളിലോട്ട് മാറ്റുന്നു. ഓക്കെ, ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ Node.js ഇതുപോലെ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് മാറ്റി കൊടുക്കാം, എന്നാലും നമുക്ക് ഏത് ഫംഗ്ഷനാണ് റൺ ആവുന്നതെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഹലോ Node.js സേവ് ചെയ്യാം, നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഹലോ Node.js പിന്നെ Node.js എന്നിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ റൺ ആയിക്കൊണ്ടിരിക്കും. സോ നമുക്ക് ഇനി ഈ ഒരു സെറ്റ് ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ നമുക്ക് ഒരു 3 തവണ റൺ ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്യണം. അതായത് 3 സെക്കൻഡ് റൺ ആയതിനു ശേഷം സ്റ്റോപ്പ് ചെയ്യണം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ടൈം ഔട്ട്. ഓക്കെ, സെറ്റ് ടൈം ഔട്ടിൽ നമ്മൾ 4000 മില്ലി സെക്കൻഡ് 4000 എന്ന് കൊടുക്കുക. അതായത് 4000 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 4ാമത്തെ സെക്കൻഡിൽ ഈ ഒരു സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇത്രയും ഭാഗം ഈ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്ലിയർ ഇൻ്റർവെൽ എന്ന് കൊടുക്കാം. ക്ലിയർ ഇൻ്റർവെൽ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വേരിയബിൾ നെയിം കൊടുക്കാം, SI. സേവ് ചെയ്യാം, കോമ കൊടുക്കുക, സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്താൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആദ്യത്തെ 3 സെക്കൻഡിലോട്ട് Node.js എന്ന് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 4ാമത്തെ സെക്കൻഡിലെത്തുമ്പോൾ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷനിലെ ക്ലിയർ ഇൻ്റർവെൽ ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും. സോ ക്ലിയർ ഇൻ്റർവെൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ഇൻ്റർവെൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നോഡ് ഇൻഡെക്സ് നമുക്കൊരു എറർ വന്നിട്ടുണ്ട്, ഇൻവാൾവ് കോൾ ബാക്ക്. സോറി, നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ക്ലിയർ ഇൻ്റർവെൽ നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷനുള്ളിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ നമ്മൾ സെറ്റ് ഇൻ്റർവെൽ, ക്ലിയർ ഇൻ്റർവെൽ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഈ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ഓക്കെ, സോ ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷനുള്ളിലാണ് കൊടുക്കേണ്ടത്. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നോഡ് ഇൻഡെക്സ് 1 2 3 സ്റ്റോപ്പ് 3 പ്രാവശ്യം റണ്ണായി, അതിനുശേഷം സ്റ്റോപ്പായി. അതിന് കാരണം നമ്മളിവിടെ 4000 മില്ലി സെക്കൻഡ് എന്ന് കൊടുത്തത് കൊണ്ടാണ്. സോ 3000 മില്ലി സെക്കൻഡ് വരെ ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. 4000 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെറ്റ് ടൈം ഔട്ടിലെ ക്ലിയർ ഇൻ്റർവെൽ പ്രവർത്തിക്കുന്നതായിരിക്കും. സോ സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്തിന് ശേഷം റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ 4000 ആയി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ റണ്ണാവും. സോ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ റൺ ആയി കഴിഞ്ഞാൽ അതിനുള്ളിൽ നമ്മൾ ക്ലിയർ ഇൻ്റർവെൽ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ റൺ ആവുന്നതായിരിക്കും. സോ ക്ലിയർ ഇൻ്റർവെൽ നമ്മൾ ഉപയോഗിക്കുന്നത് സെറ്റ് ഇൻ്റർവെല്ലിനെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുപോലെ മറ്റൊരു ഗ്ലോബൽ ഫംഗ്ഷനാണ് ക്ലിയർ ടൈം ഔട്ട് എന്ന് പറയുന്നത്. സോ ക്ലിയർ ടൈം ഔട്ട് ചെയ്യുന്നത്
സെറ്റ് ക്ലിയർ ഇൻ്റർവെല്ലിൻ്റെ അതുപോലെയാണ്, പക്ഷേ ഇത് സെറ്റ് ടൈം ഔട്ടിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ്. ക്ലിയർ ടൈം ഔട്ട് ചെയ്യുന്നത് സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണമായി ഞാനിതിനെ മറ്റൊരു വേരിയബിളിലോട്ട് സേവ് ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് സെറ്റ് ടൈം ഔട്ട് ST എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സേവ് ചെയ്യുന്നു. ശേഷം ക്ലിയർ ടൈം ഔട്ടിനുള്ളിൽ ഞാൻ ST എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിക്കുക നമ്മളിവിടെ 3 തവണ നേരത്തെ നമ്മൾ സംഭവിച്ചത് 3 തവണ പ്രിൻറ്റ് ചെയ്ത ശേഷം ഇതിവിടെ സ്റ്റോപ്പ് ആവുകയായിരുന്നു. നമ്മൾ ക്ലിയർ ഇൻ്റർവെൽ കൊടുത്തു. ഇനി ആവാൻ പോകുന്നത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും. സോ ക്ലിയർ ടൈം ഔട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രവർത്തിക്കുന്നതായിരിക്കില്ല. സോ ക്ലിയർ ടൈം ഔട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മൾ ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസൾട്ട് ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ, കണ്ടിന്യൂസ് ആയി റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ 4 ഫംഗ്ഷനാണ് ഇവിടെ പഠിച്ചത്. ഒന്ന് സെറ്റ് ഇൻ്റർവെൽ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലിയർ ഇൻ്റർവെൽ ഉപയോഗിക്കുന്നു. പിന്നെ രണ്ടാമതായി നമ്മൾ പഠിച്ചത് സെറ്റ് ടൈം ഔട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്ലിയർ ടൈം ഔട്ട് ഉപയോഗിക്കുന്നു. ഈ 4 ഫംഗ്ഷനും ഗ്ലോബൽ ഫംഗ്ഷൻസാണ്, നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.